നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ആദിവാസി യുവതിക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ബൈക്കുകൾക്ക് കൂട്ടത്തോടെ തീപിടിച്ചു. നെല്ലായി സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ യൂദാ തദേവൂസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ദേശീയപാത തലൂർ ബൈപ്പാസ് റോഡ് ചേർന്നുള്ള പാടത്ത് വൻ തീപിടുത്തം. വിശദമായ വാർത്തകളിലേക്ക്. ആദിവാസി യുവതിക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. കാരിക്കടവ് കോളനിയിലെ മലയൻ വീട്ടിൽ രതീഷിന്റെ ഭാര്യ ബീനയ്ക്കാണ് പരിക്കേറ്റത്. കോടാലി ഗവൺമെന്റ് ആശുപത്രിയിൽ ജോലിക്ക് ഭർത്താവിന്റെ കൂടെ ബൈക്കിൽ വരുന്ന വഴി ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ റോഡിൽ വെച്ച് കാട്ടാന തുമ്പിക്കൈകൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഇവരെ വെള്ളിക്കുളങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷകൾക്കു ശേഷം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബീന കോടാലി ആശുപത്രിയിലെ ആശാ വർക്കറാണ്. പരിക്ക് സാരമുള്ളതല്ല. ഡ്യൂട്ടി കയറാണ്. ആള് ആശാ വർക്കറാണ്. കാരിക്കടവ് കോളനി എവിടെ ഗവൺമെന്റ് കോടാലി ഹോസ്പിറ്റലില്. അവര് 8:15 ഞങ്ങൾ 8 മണിയാകുമ്പോൾ ഇറങ്ങി. 8:05 8:10 മണിക്ക് സംഭവിച്ച ആന വളർത്തിട്ട് ആന നിൽക്കണ്ടില്ല. ആന അടുത്ത് വന്നു അടിച്ചു. അവൾക്ക് ഓടാൻ പറ്റില്ല. ഞാൻ തീർച്ചയായിട്ടും മാറി തോട്ടത്തിൽ ഓടി തേടി. വണ്ടി ബൈക്കിലായിരുന്നു. നിൽക്കണ്ടില്ല. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് മുൻപിൽ ബൈക്കുകൾ കൂട്ടത്തോടെ കത്തിനശിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. റെയിൽവേ സ്റ്റേഷന് പുറത്തായി റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകൾക്കാണ് തീപിടിച്ചത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. 10ഓളം ബൈക്കുകൾ കത്തിനശിച്ചു. ഇരിങ്ങാലക്കുടയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നെല്ലായി സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ യൂദാ തദേവൂസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറ്റി. ഫാദർ സിൻഡോ നങ്ങണി CMI ആണ് കൊടിയേറ്റം നിർവഹിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 ലതീഞ്ഞ്, നൊവേന, ആഘോഷമായ പാട്ടുകുർബാന, പ്രദക്ഷിണം, രൂപം പന്തലിലേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കൽ എന്നിവ നടക്കും. തിരുനാൾ ദിനമായ ബുധനാഴ്ച വൈകിട്ട് 4:30 ഇരിങ്ങാലക്കുട രൂപത ചാൻസലർ ഫാദർ ഡോക്ടർ കിരൺ തട്ലയുടെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന. ആലുവ മംഗലപ്പുഴ സെന്റ് ജോസഫ് മേജർ സെമിനാറി പ്രൊഫസർ ഫാദർ ഡോക്ടർ സിജു കൊമ്പൻ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, ഊട്ടുനേർച്ച എന്നിവ ഉണ്ടായിരിക്കും. തിരുനാളിന്റെ വിജയത്തിനായി വികാരി ഫാദർ ഡേവിസ് കൂട്ടാലയുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു. മോദി സർക്കാർ ഇനിയും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ സർവനാശമായിരിക്കുമെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. LDF പുതുക്കാട് പഞ്ചായത്ത് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MA ബേബി. RSS ഭീഷണിയെക്കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ടാണ് കേരളത്തിന്റെ മതേതരത്വ ജനാധിപത്യ മനസ്സ് ഇവർക്ക് ഒരവസരം കൊടുക്കാത്തതെന്നും ബേബി പറഞ്ഞു. സുനന്ദ ശശി അധ്യക്ഷയായി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ MLA, LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ജില്ലാ സെക്രട്ടറി KP രാജേന്ദ്രൻ, പുതുക്കാട് മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് PK ശിവരാമൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി PK ശേഖരൻ, ഫ്രെഡി K താഴത്ത്, സരിത രാജേഷ്, AV ചന്ദ്രൻ, MA ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ഇത്ര തരംതാണ ഒരു പ്രസംഗം നടത്തുന്നയാൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായതിൽ നമ്മൾ ലജ്ജിക്കണം എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് ഇത് സഞ്ചരിക്കുന്നത്. ഹിന്ദിയിലുള്ള ആ പ്രസംഗം ഞാനത് കേട്ടു. ഇങ്ങോട്ട് വരുമ്പോൾ കേൾക്കുകയായിരുന്നു. നരേന്ദ്രമോദി ഒരു തലപ്പാക്കെട്ടെല്ലാം വെച്ചിട്ട് ഉച്ചത്തിൽ പറയുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മറവിൽ അധികൃതരുടെ കണ്ണുവെട്ടിച്ച് വൻതോതിൽ തണ്ണീർത്തടങ്ങൾ നികത്തുന്നു. നെന്മണിക്കര പഞ്ചായത്ത് ഓഫീസിനു സമീപം പഴയ ദേശീയപാതയോട് ചേർന്നുള്ള സ്ഥലമാണ് നികത്തുന്നത്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് കെട്ടിടം പൊളിച്ചതിന്റെ മാലിന്യമാണ് ടിപ്പറുകളിലെത്തിച്ച് പറമ്പിൽ തള്ളുന്നത്. തിരഞ്ഞെടുപ്പ് സമയമായതിനാൽ ഉദ്യോഗസ്ഥർ വിവിധ ഡ്യൂട്ടികളിലായതാണ് നീർത്തടം നികത്തുന്നവർക്ക് തുണയാകുന്നത്. നാട്ടുകാർക്ക് എതിർപ്പുണ്ടെങ്കിലും പരാതിപ്പെടാൻ ഇടമില്ലാത്ത സ്ഥിതിയാണ്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു സ്ഥലമുടമയെ ബന്ധപ്പെട്ട് നികത്തൽ നിർത്തിവെപ്പിച്ചു. നടപടിയെടുക്കുന്നതിന് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാനായില്ലെന്നും തുടർന്ന് സ്ഥലമുടമയോട് മാലിന്യം നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. 26-ന് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉദ്യോഗസ്ഥരെത്തിയാൽ തുടർ നടപടി കൈക്കൊള്ളുമെന്നും TS ബൈജു പറഞ്ഞു.
ദേശീയപാത തലോർ ബൈപ്പാസിനോട് ചേർന്നുള്ള പാടത്ത് വൻ തീപിടുത്തം. കാഴ്ച മറയ്ക്കുന്ന വിധത്തിൽ പുക ഉയർന്നു. തിങ്കളാഴ്ച രാവിലെ മുതൽ ഉച്ചതിരിഞ്ഞ് 3 മണിവരെ തീപിടുത്തമുണ്ടായിരുന്നു. പുക കിലോമീറ്ററോളം വ്യാപിച്ചിട്ടുണ്ട്. സമീപത്തെ വീടുകളിലുള്ളവർക്കും യാത്രക്കാർക്കും ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. രാവിലെ മുതൽ ചെറിയ തോതിൽ പടർന്ന തീ ശമിപ്പിക്കാൻ അധികൃതർ ആരും ഇടപെട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. തൃശൂർ യൂണിറ്റ് അഗ്നിരക്ഷാസേന സംഭവസ്ഥലത്തെത്തി. ഇന്നസെന്റിന്റെ ചിത്രം ദുരുപയോഗം ചെയ്ത സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാവും മുൻ എംപിയും ചലച്ചിത്ര നടനുമായ ഇന്നസെന്റിന്റെ ചിത്രം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പ്രചരണ ബോർഡുകളിൽ വച്ചതിനെതിരെ LDF ഇരിങ്ങാലക്കുട മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി P. മണി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. മുന്നണിയുടെയോ ഇന്നസെന്റിന്റെയോ കുടുംബത്തിന്റെയോ അനുമതിയില്ലാതെയാണ് ചിത്രം ആലേഖനം ചെയ്തത്. ഇന്നസെന്റിന്റെ കുടുംബം ഇതിനെതിരെ പരസ്യമായി രംഗത്തുവന്നു. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയ സുരേഷ് ഗോപിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ദുരുപയോഗം ചെയ്ത് സ്ഥാപിച്ച ബോർഡുകൾ മാറ്റണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6755 രൂപ, പവന് 54,040 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആദിവാസി യുവതിക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ബൈക്കുകൾക്ക് കൂട്ടത്തോടെ തീപിടിച്ചു. നെല്ലായി സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ യൂദ തദേവുസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ദേശീയപാത തലോർ ബൈപ്പാസിനോട് ചേർന്നുള്ള പാടത്ത് വൻ തീപിടുത്തം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.